കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയുടെ തത്വങ്ങൾ ഇന്ന് നമ്മളെ ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ശ്രീകൃഷ്ണ ജയന്തി കാലത്ത് നമുക്ക് ഭഗവാൻ അർജുനനിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ആ ഒരു ഭഗവത്ഗീത എന്ന ശ്രേഷ്ഠമായ ഒരു എന്താ പറയുക, ഒരു സമ്മാനം തന്നെയാണ് ഭഗവാൻ നമുക്ക് തന്നത്. കാരണം വേറെ എന്തൊക്കെ സമ്മാനം കിട്ടിയാലും എല്ലാം നശിച്ചു പോകും. പക്ഷേ നശിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഒരു സമ്മാനമാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയുടെ രൂപത്തിൽ തന്നത്. അപ്പോൾ മനസ്സിനെ ശക്തിപ്പെടുത്തുക, മനസ്സിനെ ഉയർത്തുക, ഇതൊക്കെയാണ് ഈ ഗീത പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ധ്യാനം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം. നമ്മളിപ്പോൾ ഏഴാമത്തെ ഒരു ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. അതിൻ്റെ അർത്ഥവും ഒന്ന് നോക്കാം. യസ്ചേന്ദ്രിയാണി മനസാ നിയമ്യാരപതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ വിശിഷ്യതേ. ഒഴികൂടെ ചൊല്ലാം. യസ്ചേന്ദ്രിയാണി മനസാ നിയമ്യാരപതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ വിശിഷ്യതേ. അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവത്ഗീതയുടെ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ത്രെഡ് എന്ന് പറയുന്നത്, അതായത് ഒരു മനുഷ്യൻ എന്ത് ചെയ്താലാണ് അവന് വളരെ സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്തു അല്ലെങ്കിൽ ഒരു വിത്താണ് ഇവിടെ നമുക്ക് തരുന്നത്. അതായത് യസ്തേന്ദ്രിയാണി മനസ്സ്, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ യഹ തു ഇന്ദ്രിയാണി, അതിനാണ് യസ്തേന്ദ്രിയാണി എന്ന് ഒരുമിച്ച് എഴുതിയിരിക്കണം. അപ്പോൾ എപ്പോഴും സംസ്കൃതം പഠിക്കുമ്പോൾ നമ്മൾ അതിനെ മുറിച്ച് അതിനെ നോക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം ക്ലിയർ ആവുള്ളൂ. യസ്തേന്ദ്രിയാണി മനസ്സ നിയമ്യാരഭതേ അർജുന എന്ന് ഒരുമിച്ച് പറഞ്ഞു. അപ്പം നിയമ്യ ആരഭതേ അർജുന എന്ന് വായിക്കണം. പിന്നെ കർമ്മേന്ദ്രിയൈ കർമ്മയോഗം, അവിടെയും സ്പ്ലിറ്റ് ചെയ്യണം. കർമ്മേന്ദ്രിയൈ പിന്നെ കർമ്മയോഗം അസക്ത. അപ്പം കർമ്മയോഗം പിന്നെ അസക്ത സവിശിഷ്യതേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യഹ തു അർജുന, അതായത് ആരാണോ അർജുന ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ മനസ്സാ നിയമ്യ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് അസക്ത ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയ കർമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് സ വിശിഷ്യതേ അവൻ വിശിഷ്യനാകുന്നു. അപ്പോൾ ആരാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ലോകത്തെ ജയിച്ചു എന്നാണ് അർത്ഥം. നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഭയങ്കര കുഴപ്പക്കാർ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും കണ്ടു, അത് ഇഷ്ടപ്പെട്ടു, ഉടനെ അത് വേണം തോന്നി. ഒരു കടയിൽ ഒരു നല്ല സാരി കണ്ടു, അപ്പോൾ ഉടനെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എത്ര പറഞ്ഞാലും അതിനോടൊരു ഇഷ്ടം വരുമല്ലോ. അപ്പോൾ അയ്യോ അതൊന്നും കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ഈ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സത് കിട്ടാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ പുറകെ ആയിരിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ കിട്ടിക്കഴിയുമ്പോഴേ സന്തോഷമാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇതുപോലെ ആഹാരങ്ങളുടെ കാര്യത്തിൽ ഇഷ്ടമുള്ളവരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണല്ലോ. ഇനി പെൺകുട്ടികളുടെ പുറകെ പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏതിൻ്റെ പുറകെ പോയാലും അത് അവസാനം ദുഃഖത്തിലാണ് എന്ന് പിന്നെ ഭഗവത്ഗീത പറയുന്നു. എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആസക്തി പാടില്ല. എല്ലാം വേണം. ഈ ലോകത്തിൽ നീ എല്ലാം അനുഭവിക്കൂ എന്ന് നമ്മുടെ വേദങ്ങൾ പറയുന്നു. അതായത് നമ്മൾ 100 വയസ്സ് വരെ എന്ത് വേണമെങ്കിലും അനുഭവിച്ച് ജീവിക്കാം. എന്നാൽ അതിനൊരു കണ്ടീഷനുണ്ട്, ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലോസാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ പാലട പ്രഥമൻ കൊണ്ട് വെച്ചാൽ ഇത് എങ്ങനെ കുടിക്കാതിരിക്കും? അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് നാളേക്ക് ഡയബറ്റീസ് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് കുടിച്ചാൽ മതി എന്ന് പറയുന്ന നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ശക്തി, അതിനെയാണ് ഇന്ദ്രിയ
നിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ മനസ്സാ നിയമ്യ എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് അസക്തനായിട്ട് ഒന്നിനോടും ശക്തിയില്ലാതെ ഒട്ടൽ പാടില്ല എന്ന് പറയുന്നത്. ഈ ജീവിതത്തിൽ രമണ മഹർഷി ഒക്കെ പറയുന്നത് ഒട്ടലില്ലാതെ ജീവിക്കുക. എല്ലാ ആചാര്യന്മാരും അത് അടിവരയിട്ട് പറയുന്നതാണ്, ഒട്ടലില്ലാതെ ജീവിക്കുക. നമ്മൾ ഏതിലേക്കും പോയി ഒട്ടിക്കഴിഞ്ഞാൽ ഉടനെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ ഈ ചക്ക പശ പോലെയാണ്. ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ എണ്ണ വെച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ, അതാണ് രമണ മഹർഷി തരുന്ന ഒരു ഉദാഹരണം. ചക്ക കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ജീവിച്ചില്ലെങ്കിൽ പലതും നമ്മളെ വന്ന് ഒട്ടിപ്പിടിക്കുക. അത് പിന്നെ നമുക്ക് ദുഃഖ കാരണമാകും. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സാ നിയമ്യ, മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ, കർമ്മയോഗം നമ്മൾ ചെയ്യുന്ന ജോലികൾ അനുഷ്ഠിക്കുന്നത്, ആരഭതേ അനുഷ്ഠിക്കുക. വിശിഷ്യതേ, എന്ന് പറയുമ്പോൾ അവൻ എന്നാണ് അർത്ഥം. അവൾ അതിനൊക്കെയാണ് എന്ന് പറയുക. സഹ അവൻ വിശിഷ്യതേ, അവൻ വിശിഷ്ടനാകുന്നു. കാരണം അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ വിശിഷ്ടമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പിന്നെ ആചാര്യന്മാരൊക്കെ നാരായണ ഗുരുദേവനെ പോലെ, ചിന്മയാനന്ദ സ്വാമികളെ പോലെ അവരൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയവരാണ്. ഇന്ദ്രിയ നിഗ്രഹണം. അപ്പോൾ പറയുന്നു ഈ ചിന്തകൾ ആണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഈ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ചിന്തകളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ്, അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ മനസ്സിനെ വേർപെടുത്താനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആളുകൾ പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും വന്ന് പോയാൽ പോലും അവരറിയില്ല. കാരണം അവരുടെ മനസ്സ് വേറെ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അതിനെ ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് എന്ന് പറയും. അപ്പോൾ പിന്നെ ആബ്സെൻറ്റ് മൈൻഡഡ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമ തന്നെ ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൽ ആബ്സെൻറ്റ് മൈൻഡഡ് ആകുമ്പോൾ നമ്മളൊരു സ്വപ്നജീവിയെ പോലെയാണ് നടക്കുക. അപ്പോൾ മനസ്സൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും, എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളതിൽ. അപ്പോൾ പല പല അബദ്ധങ്ങളിലും പോയിട്ട് നമ്മൾ ചാടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ കൈ എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മുടെ ദൃഷ്ടി. അപ്പോൾ പിന്നെ എവിടെയാണോ ദൃഷ്ടി അവിടെ ആയിരിക്കണം മനസ്സ്. ഈ 3 കാര്യങ്ങളും വരുമ്പോൾ മനസ്സും ബുദ്ധിയും ചേർന്ന് വരും. ഇപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യം ഫലവത്താവുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മുമ്പിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്നുണ്ടാവും. എത്രയോ കുട്ടികൾ ഇങ്ങനെ അമ്മയും അച്ഛനെയൊക്കെ പറ്റിക്കുന്ന കുട്ടികളുണ്ട്. നീ പോയി പഠിക്കും മോനെ എന്ന് പറയുമ്പോൾ ശരി പോയി പഠിക്കും. എന്നാൽ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, പിന്നെ പകൽക്കിനാവ് കാണുകയോ അല്ലെങ്കിൽ പല പല പിന്നെ ഇതിൽ വിഹരിക്കുകയായിരിക്കും. അപ്പം അവിടെ ഇരിക്കുമ്പോഴും മനസ്സെവിടെയാണെങ്കിൽ കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ ടീച്ചറായിരുന്നപ്പോഴൊക്കെ പല കുട്ടികളും ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ ശരീരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് അത് ടീച്ചർ അതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരുങ്ങുന്നത് കാണാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ ഓരോ മനോലോകത്തായിരിക്കും. അവരിങ്ങനെ പിന്നെ വല്ലവിടെയൊക്കെ പോയി അവരുടെ മനസ്സ് പല സ്ഥലത്തും പോയി വന്നിട്ടുണ്ടാവില്ല നമ്മൾ വിളിക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ അതാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ പറയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണത്ര നമുക്ക് ഊർജം ലഭിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ എനർജി ഇങ്ങനെ പാഴായി പോകണം. ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം. ഈ നമ്മുടെ എനർജി, ഒരാളുടെ ഉള്ളിൽ ആന്തരിക ശക്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ ആന്തരിക ശക്തി, അതിനെക്കുറിച്ചാണ് ഗീത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആന്തരിക ശക്തി, ഇന്നർ എനർജി എന്ന് പറയും. ഈ ഇന്നർ എനർജിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയുക ഒരു ഡിഫിക്കൽട്ടി. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള അപാരമായ ശക്തി, കഴിവുകൾ ഇതിനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ ടാപ്പ് ചെയ്യാനുള്ള വഴികളും നമ്മുടെ ഋഷീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് ഫോളോ ചെയ്യാൻ നമ്മൾ ഒരുക്കമല്ല. നമ്മളതിനെയൊക്കെ പുച്ഛത്തോടു കൂടി നമ്മളതിനെ തള്ളിക്കളയുന്നു.
അപ്പോൾ എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ എനർജി, നമ്മുടെ യുവാക്കളുടെയൊക്കെ എനർജി അനാവശ്യമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇങ്ങനെ പോവുകയും അവർക്ക് എന്താണോ നേടേണ്ടത് അത് നേടാൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്തൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോയാലും ആ ഉള്ളിലത്തെ ഇന്നർ എനർജിയെ അറിഞ്ഞവന് മാത്രമേ ആ ഫൈനലായിട്ടുള്ള ആ ഗോൾ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സ്വാമി വിവേകാനന്ദനൊക്കെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മുടെ ഓരോ കുട്ടികളും ഇപ്പോൾ ഇനിയെങ്കിലും നമുക്ക് കണ്ണ് തുറക്കാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് നമ്മുടെ കേരളവും ഒരുപാട് ബാക്കിലേക്ക് നിൽക്കുന്നു. നമ്മളൊക്കെ അഹങ്കരിക്കുന്നു ഞങ്ങൾ അതിൽ സാക്ഷരതയിൽ മുന്നിലാണെന്ന്. അക്ഷരം വായിക്കാൻ അറിഞ്ഞുകൊണ്ട് കാര്യമായോ? പ്രതിസന്ധികളെ നേരിടാൻ കഴിയാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഒരു യുവതലമുറയെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഇവിടെ എത്രയോ ആളുകൾ ടീച്ചർമാരായിട്ടും ഒക്കെ ഉണ്ടായിട്ടും അത് ശരിക്കും ഫലം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ന്യൂനതയാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഭാരത ദർശനത്തെ മാനിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇതും പറഞ്ഞു തരുന്നത് നമുക്ക്. ഈ ഒരു ശ്ലോകവും അത് തന്നെ പറയണേ, യസ്തിന്ദ്രിയാണി മനസ്സ. ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് നിയമ്യ അരപതേ അർജുന തന്നെയാണ് വിളിക്കുന്നത്. മനസ്സാ നിയമ്യ, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ മാത്രമേ ശക്തനാവൂ. കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ. ആരാണ് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത്? ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവന് മാത്രമേ ലക്ഷ്യം കാണാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏത് എന്താ പറയുക പഠന പദ്ധതിയിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പോലെ പോകുന്നതുകൊണ്ടാണ്. പാശ്ചാത്യ നാടുകളിൽ അവർ അനുഭവിക്കുന്നത് സാംസ്കാരിക ച്യുതിയാണ്. അതായത് സംസ്കാരം നശിക്കുന്ന ഒരു ലോകത്താണ് അവിടുത്തെ യുവജനങ്ങളുള്ളത്. നമ്മൾ പക്ഷെ അങ്ങനെ പാടില്ല. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ഭാരതം, അതിൻ്റെ ദർശനങ്ങൾ, അതിൻ്റെ സംസ്കാരം, അത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തേണ്ട കാലം കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് അതിനുള്ള സമയം അല്ലെങ്കിൽ ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ ചൊല്ലാം. യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ വിശിഷ്യതേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.